രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ഹനുമാൻ്റെ രാമകീർത്തനം കൊണ്ട് മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളെ കൊണ്ട് മനസ്സ് കുളിർത്തതായിട്ടുള്ള സീത ലങ്കയിൽ വന്നതിന് ശേഷം ഒരേ ഒരു ആശ്വാസ വർത്തമാനമുള്ള സമയം ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. എല്ലാ ശോകങ്ങളും എല്ലാ ശരക്കാലത്തിലെ ശകലങ്ങളെല്ലാം അകന്ന രാത്രിയെ പോലെ ശോഭിച്ചു. ചന്ദ്രൻ പൂർണ്ണമായിട്ട് ശോഭിക്കുന്നത്. സാ രാമസങ്കീർത്തന വീതശോക രാമസ്യ ശോകേന സമാന ശോക ശരന്മുഖേന അംബുദശേഷചന്ദ്ര നിഷേവ വൈദേകസുധാ ബഭൂവ. വിദേകസുധയായിരിക്കുന്നത് സീത ശരത്കാലത്ത് മേഘങ്ങൾ നീങ്ങിയ ചന്ദ്രനാൽ ശോഭിക്കുന്ന രാത്രിയെ പോലെ ഹനുമാൻ്റെ ശ്രുതിമധുരമായിരിക്കുന്ന രാമകീർത്തനം. രാമായണത്തിൻ്റെ പ്രത്യേകത തന്നെ എത്ര കാലം ലോകമുണ്ടോ അത്രയും കാലം കീർത്തിക്കപ്പെടും എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് വാൽമീകിയെ, അല്ലെ ബ്രഹ്മദേവനൊക്കെ. ഏത് കാലം വരെ ഈ ലോകമുണ്ടോ അതുവരെ രാമായണം കീർത്തിക്കപ്പെടുന്നതാണ്. അന്നേ പറഞ്ഞു വെച്ചു. അത് ആലോചിച്ച് നോക്കൂ. അവർക്കറിയാവുന്ന അങ്ങനെ ആവുന്നപ്പോൾ ഭാവി പ്രഡിക്ഷനാണ് ഉണ്ടായത്, കഴിഞ്ഞിട്ടല്ല പറയുന്നത്. എപ്പോഴാണ് പറയണ വെച്ചാൽ അത്ഭുതമില്ല. രാമായണം എല്ലാവരും വായിക്കണു. ഉണ്ടാക്കിയ സമയത്ത് എത്രയോ വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്നു. പ്രചാരമില്ലാത്ത കാലത്ത് ഇത് ലോകമുള്ളിടത്തോളം കാലം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് മുമ്പേ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹത്വമല്ലേ, സത്യം ഉണ്ടാവണല്ലോ അതിൽ. അപ്പോൾ ആ രാമകഥ കേട്ടിട്ടാണ് തിങ്കൾ നേർമുഖിയായിരിക്കുന്ന സീത വളരെയേറെ സന്തോഷിച്ചു. രാമന് ഒരു നിമിഷം പോലും ഭവതിയെ ഇല്ലാതെ ചിന്തിക്കാതെ കഴിയുന്നില്ല. ലക്ഷ്മണനും അങ്ങനെ തന്നെ. ഏട്ടനെന്താ വെച്ചാൽ അതാണല്ലോ അനിയനും. അതുകൊണ്ട് ഇവിടെ വന്ന് രാവണനെ വധിച്ച് ഭവതിയെ വീണ്ടെടുക്കും. കേട്ടപ്പോൾ സീതയ്ക്ക് പറയണം, അമൃതം വിഷസംപൃക്തം ത്വയാ വാനരഭാഷിതം യച്ച നാന്യമനാ രാമോ യച്ച ശോകപരായണ. വിഷത്തിൽ അമൃതം കലർത്തിയ പോലെ തോന്നുന്നു എന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? വിഷത്തിൽ അമൃതം കലർത്തുക അല്ലെങ്കിൽ അമൃതത്തിൽ വിഷം കലർത്തുക. നല്ലതും ചീത്തയും കലരുന്ന ഒന്നിനെ ആണ് അങ്ങനെ ഉപമിക്കുക. രാമദുഃഖത്തിൽ എന്തേ സീത സന്തോഷിക്കാൻ? തന്നോടത്രയധികം സ്നേഹമുണ്ട്, അത് തന്നെ. അതേ സമയത്ത് ദുഃഖമാണല്ലോ തനിക്കും രാമനും എന്നോർത്തത് വിഷത്തിന് സമാനം. ദുഃഖാർക്കായാലും സുഖാവാറില്ല. അപ്പോൾ ആ ദുഃഖാവസ്ഥ ഓർത്തിട്ട് ദുഃഖം. എന്നാലോ തന്നെ പറ്റി രാമൻ അത്രയധികം ചിന്തിക്കുന്നുണ്ട് എന്നത് ആശ്വാസം. മറന്നിട്ടില്ല. ഇപ്പം വലിയൊരു ഗ്യാപ്പ് വന്നിട്ട് മറന്നിട്ടില്ല എന്നത് ആശ്വാസവും. അതാണ് പറയുന്നത് അമൃതം വിഷസംപൃക്തം. ഹനുമാൻ അങ്ങ് പറയുന്നത് അമൃതത്തിൽ വിഷം കലർന്ന പോലെ ഒരു കാര്യമാണ്. എന്തായാലും ഈ രാജാവായിട്ടുള്ള രാമൻ ദശരഥപുത്രനാവുക, അതിശക്തനാവുക, അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുക, ഇല്ലേ, മാരീചൻ സുബാഹു ഇവരെയൊക്കെ എതിരിടുക, ഇതൊക്കെ ചെയ്തിട്ടുള്ള രാമന് ഇങ്ങനെ ഒരു ദുഃഖം, വനവാസം ഇരിക്കട്ടെ, മഹാന്മാർക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു പോലെ ഈ ഞാൻ വേർപെടുക എന്നുള്ളത് എല്ലാത്ത കാര്യം പോലെ അല്ല. കുറച്ച് പ്രത്യേകമായിട്ടുള്ളൊരു ദുഃഖം രാമന് താങ്ങാനാവുന്നതിലധികമായിരുന്നു അത്. സീതയ്ക്കും അങ്ങനെ തന്നെ. അപ്പോൾ ആ വിധിയുടെ ഒരു വിളയാട്ടാണ് സീത ഉദ്ദേശിക്കുന്നത്. ഐശ്വര്യേ വാ സുവിസ്തീർണേ വ്യസനേ വാ സുദാരുണേ രജ്യവേ പുരുഷം ബദ്ധ കൃതാന്തപരികർഷതി. വിധി എപ്പോഴും കയറുകൊണ്ട് കെട്ടി അതനുഭവിക്കുന്നവരെ വലിക്കുന്നു.
ഒരു തരത്തിലും നമുക്കിഷ്ടമല്ലാത്ത ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുകയാണ്, അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ ആ വിധി കെട്ടി വലിച്ച് കൊണ്ടുപോവല്ലേ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹനുമാൻ കപിസത്തമ, വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. ദേവീഭാഗവത്തിൽ എപ്പോഴും വരുന്നൊരു വാക്കാണ് ഭവിതവ്യം ഭവിഷ്യതി. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. കടലിൽ ഒരു വഞ്ചി മുങ്ങി കഴിഞ്ഞാൽ നീന്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്ന പോലെ ആ രാമൻ നീന്തുകയാണ് വിധിക്കെതിരെ. ഈശ്വര, എപ്പോഴാണ് ആ മഹാത്മാവ് അക്കരയ്ക്കെത്തുന്നത്, എന്നെ പിരിഞ്ഞ ദുഃഖത്തിൽ നിന്നും മുക്തമാകുന്നത്? ഈ മഹാഘോര ദുഃഖത്തിൽ നിന്ന് എങ്ങനെ രാമൻ കരകയറും? ഹനുമാൻ പറഞ്ഞിട്ട് അറിഞ്ഞു, അപാര ദുഃഖത്തിലാണ്. ശരീരത്തിൽ വന്ന ഈച്ചകളെ ആട്ടുന്നു പോലുമില്ല. നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണത്തിലും ശ്രദ്ധയില്ല. വിശക്കടക്കുമ്പോൾ കിട്ടിയ കായോ കനിയോ കഴിച്ചാൽ കഴിച്ചു എന്നല്ലാണ്ട് അതിലൊന്നും ശ്രദ്ധ ചെലുത്താറുന്നില്ല. ഈ ദുഃഖത്തിൽ നിന്ന് രാമൻ എപ്പോഴാണ് കര കയറുക? രാവണനെ കൊല്ലാൻ വേണ്ടി എപ്പോഴാണ് ഇവിടെ വരിക? ആ ദുഷ്ടരാവണൻ വധിക്കപ്പെടേണ്ടവൻ തന്നെയാണ്, ഒരു സംശയവും കയറത്തില്ല. അപ്പോൾ അതിനായിക്കൊണ്ട് ആ രാമൻ എപ്പോഴാണ് വരിക? സീത ഹനുമാനോട് സന്ദേശം പറയണം. സ വാച്യ സത്വരസേതി യാവദേവന പൂര്യതേ അയം സംവത്സരക്കാല താവതി മമ ജീവിതം. 2 മാസമേ എനിക്കിനി അവധിയുള്ളൂ എന്ന് രാമനോട് ഹനുമാൻ അവിടുന്ന് പറയണം. അങ്ങ് പറയണം എന്ന് പറയണം. സന്ദേശമാണ് ഈ സർഗത്തിലെ വിഷയം കേട്ടോ. സീത ഹനുമാനോട് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ സർഗത്തിലെ വിഷയം. 2 മാസത്തിലിടയ്ക്ക് ഞാൻ മരിക്കും, 2 മാസം കഴിഞ്ഞാൽ. അതുകൊണ്ട് വേഗം ഇവിടെ വരണം എന്ന് ദയവായിട്ട് ഹനുമാൻ നീ എന്ത് ചെയ്യണം? ആ രാമനോട് പറയണം. വിഭീഷണേന ച ഭ്രാത മമ നിര്യാതനം പ്രതി അനുനീത പ്രയത്നേന ചതൽ കുരുതേ മതിം. വിഭീഷണൻ എന്ന സഹോദരൻ, രാവണൻ്റെ സഹോദരൻ, എന്നെ തിരിച്ചു നൽകാൻ പറഞ്ഞിരിക്കുന്നു. സ്വന്തം സഹോദരൻ പറഞ്ഞു, ഏട്ടാ ഇത് ആപത്താണ്, ഇത് തീക്കളിയാണ്. രാമപത്നിയെ കൊണ്ടുള്ള കളി അങ്ങയുടെ സർവനാശം വരുത്തും. ഇപ്പോഴും വൈകിട്ടില്ല, ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തോളൂ, അങ്ങയ്ക്ക് നല്ലത് അതാണ്, ഞാനിതാ പറയണു എന്ന് സ്വന്തം സഹോദരൻ പറഞ്ഞിട്ടും ആ രാവണൻ വിനാശകാലേ വിപരീത ബുദ്ധി, നാശം ഭരിക്കാൻ തീരുമാനിച്ചിട്ട് നാശത്തിൻ്റെ പടുകുഴിയിൽ വീണ് അനിയനെ തിരസ്കരിച്ചു, അനിയനെ പുറത്താക്കി. രാവണൻ്റെ മരണം അടുത്തെത്തിയിരിക്കുന്നു. കാലൻ വിളിക്കുകയാണ്. പിന്നെ എന്താണ് ചെയ്യുക? എങ്ങനെ നല്ല വാക്യങ്ങൾ കേൾക്കും? അബദ്ധവാക്യങ്ങളല്ലേ കേൾക്കുള്ളൂ. ആ വിഭീഷണൻ്റെ ഒരു ജ്യേഷ്ഠപുത്രിയുണ്ട്, പുത്രി കല എന്നാണ് പേര്. വിഭീഷണൻ്റെ മൂത്ത പുത്രിയാണ് കല. ജ്യേഷ്ഠപുത്രി, ജ്യേഷ്ഠൻ്റെ പുത്രി എന്ന് പറയാം കല. ആ കലയും പറഞ്ഞു, മമ പ്രതിപ്രദാനം ഹി രാവണസ്യ നരോഷതേ രാവണം മാർഗദേ സംഖ്യേ മൃത്യുക്കാലവശങ്കത ജ്യേഷ്ഠ കന്യാകലാ നാമ വിഭീഷണസുധാ കപേ. വിഭീഷണൻ്റെ പുത്രനായിരിക്കുന്ന കല ഇതേ കാര്യം പറഞ്ഞു. ഞങ്ങൾക്കാർക്കും ഈ സീതയെ ഇവിടെ കൊണ്ടുവരുന്ന താല്പര്യമില്ല, ഞങ്ങൾ അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നവരല്ല. കല എന്നാണ് വിഭീഷണൻ്റെ പുത്രിക്ക് പേര്. പക്ഷേ അതും സ്വീകരിച്ചില്ല. ആ രാവണൻ നാശം അടുത്തത് കൊണ്ട് സ്വീകരിച്ചില്ല. അവിന്ധ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പുങ്കവനുണ്ട്, രാക്ഷസ പുങ്കവൻ, ശ്രേഷ്ഠനാണ്, ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആളാണ് അവിന്ധ്യൻ. ആ അവിന്ധ്യൻ പറഞ്ഞു, രാവണ ഇത് തെറ്റാണ്, ഞാൻ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത് അനുകൂലിക്കില്ല, അതുകൊണ്ട് സീതയെ തിരിച്ചു കൊടുത്തോളൂ, കൊണ്ടുവരേണ്ടി തന്നെ വേണ്ടിയിരുന്നില്ല. അങ്ങയുടെ സർവനാശത്തിന് വരുത്തുന്ന ഈ സീതയെ തിരിച്ചു കൊടുക്കാൻ രാവണൻ അപ്പളും വഴങ്ങിയില്ല. ആരൊക്കെ പറഞ്ഞു ആലോചിച്ച് നോക്കൂ. വിഭീഷണൻ്റെ പുത്രി പറഞ്ഞു, വിഭീഷണൻ പറഞ്ഞു, അവിന്ധ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസശ്രേഷ്ഠൻ പറഞ്ഞു, മാല്യവാൻ പറഞ്ഞു, മാരീചൻ പറഞ്ഞു, മണ്ഡോദരി പറഞ്ഞു, ആരൊക്കെ പറഞ്ഞു. ഇതൊന്നും കേൾക്കാണ്ട് കപീശ്വര എന്ന് വിളിക്കുകയാണ് സീത. എൻ്റെ അന്തരാത്മാവ് വളരെ ശുദ്ധമാണ്,
രാമനാണെങ്കിലോ അനവധി നന്മയുമുണ്ട്. അതിനാൽ എൻ്റെ മനസ്സിതാ ഇപ്പോൾ പറയുന്നു, തീർച്ചയായിട്ടും രാമൻ എന്നെ പ്രാപിക്കും എന്നൊരു തോന്നലൊക്കെ എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വെറും ഒരു തോന്നലല്ല, ശുഭനിമിത്തങ്ങളും കാണുന്നു. സത്യം, കൃതജ്ഞത, മൃദുത്വം, പ്രഭാവം മുതലായതെല്ലാം നല്ല ഗുണങ്ങളും തികഞ്ഞവനാണ് എൻ്റെ രാമൻ. 14,000 രാക്ഷസന്മാരെ സംഹരിച്ചിട്ടുള്ള ഒരാളെ ഏതൊരു ശത്രുവിനാണ് പേടിയില്ലാണ്ടിരിക്കുക? ചില്ലറ കാര്യമാണോ 16,000 രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ? അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും സാധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ആപത്തിനും രാമനെ തീണ്ടാൻ കഴിയില്ല. എല്ലാ ആപത്തിനും രാമനോട് തോറ്റ് മാറും എന്ന് തന്നെ വിചാരിക്കാൻ വഴിയുള്ളൂ. ഇത് എന്തോ ഒരു കഷ്ടകാലം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ചില സമയദോഷം എല്ലാവരും ഉണ്ടാവും. രാഹുവിന് ബാധിച്ചിട്ട് ചന്ദ്രഗ്രഹണമില്ലേ, സൂര്യഗ്രഹണമില്ലേ? ഇവർക്കൊക്കെ ആവാന്നുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ട് എപ്പോഴും നല്ലത് വരണം നമ്മൾ ആഗ്രഹം? സാധ്യമല്ല. അത് നല്ലതും ചീത്തയും കലർന്നുകൊണ്ടേ ഈ പ്രപഞ്ചത്തിൽ ജീവിതമുള്ളൂ. വാനര, ആ ശരജാലങ്ങളാകുന്ന രാമസൂര്യൻ എപ്പോഴാണ് രാക്ഷസമാകുന്ന വെള്ളത്തെ വറ്റിക്കുന്നത്? സൂര്യൻ നല്ല ശക്തിയുണ്ട് വെച്ചാൽ വെള്ളമൊക്കെ വറ്റിക്കുന്നതാണ്. ഈ വെള്ളത്തിനെ ആവിയായി പോയിട്ടാണ് വെള്ളം വറ്റണത്. അതുപോലെ രാക്ഷസ വെള്ളത്തെ വറ്റിക്കാൻ ഉള്ള രാമസൂര്യൻ തൻ്റെ അസ്ത്രങ്ങളാകുന്ന രശ്മികളെ കൊണ്ട് എപ്പോഴാണ് ഇവിടെ വന്നു ചേരുന്നത്? അങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്ന സീതയോട് ഹനുമാൻ പറയാണ്, ശിത്തേവചപചോ മക്യം ഹരിരക്ഷ ഗണസങ്കുലാം ചമും പ്രകൃഷ്ടൻ മഗതീം ക്ഷിപ്രമേഷ്യതി രാഘവ. സുന്ദരി, മനോഹരമായിട്ടുള്ള കണ്ണുള്ളവളെ എന്ന് വിളിക്കുകയാണ്. നീ വിചാരിക്കുന്ന പോലെ അത്ര വിദൂരമൊന്നുമല്ല ഈ രാവണൻ്റെ പതനം. ഞാൻ അങ്ങോട്ട് ചെല്ലിയേ വേണ്ടു. ഇപ്പം അറിയില്ലല്ലോ എവിടെയാണ് ഭവതി ഉള്ളത് എന്ന് അറിയില്ല. വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് ജടായു സമ്പാദി, പക്ഷെ അത് ശരിക്കും ആധികാരികമായിട്ട് രാമൻ എടുത്തിട്ടില്ല. കഥയിൽ അങ്ങനെയല്ല പറയണം. എപ്പോൾ ഹനുമാൻ പോയിട്ട് പറയുന്നുവോ അപ്പോഴാണ് അത് ആധികാരികമാവുന്നുള്ളൂ. പലരും പലതും പറയാലോ, ഊഹിച്ച് പറയാതെ തെറ്റിക്കൂടെ? തെറ്റാം, തീർച്ചയായിട്ടും തെറ്റാം. സമ്പാദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവ്യനായിട്ടുള്ള ആളൊന്നുമല്ല. ജടായു ഒരു ദിവ്യനായിട്ടുള്ള ആൾ എന്നൊന്നും പറയുകയില്ല. ഭക്തനാണ്, നല്ലൊരാൾ. അപ്പോൾ ഇതൊന്നും ആധികാരികമല്ല. പക്ഷേ ഹനുമാൻ ആധികാരികമാണ്. ഹനുമാൻ പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല. അതുകൊണ്ട് പറയണ, ദേവി ഞാൻ അവിടെ പോയിട്ട് പറയേ വേണ്ടു ഭവതി ഇവിടെ ഉണ്ട് എന്ന്. പിന്നെ രാവണൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ദിവസമേ രാവണൻ ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഭവതി ഉറപ്പായിട്ടും ഉറപ്പിച്ചോളൂ. അല്ല, ഭവതിക്ക് വളരെ ധൃതി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഭവതിയെ കൊണ്ട് എത്തിക്കാം. അഥവാ മോചയിഷ്യാമി ത്വമദ്ദേവദുരാക്ഷസ ആത്മാ ദുഃഖാതുപാരോഹ മമ പൃഷ്ഠമനിന്ദിതേ. യശസ്വിയായിട്ടുള്ള സീതയെ അവിടുന്ന് ഭവതി എൻ്റെ പുറത്ത് കയറുകയാണെങ്കിൽ ഞാൻ ഭവതിയെ ഇപ്പം തന്നെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാം. രാവണനും ഇല്ല, ലങ്കയില്ല. ഭവതിയുടെ ഇഷ്ടനായിട്ടുള്ള രാമൻ്റെ അടുത്തേക്ക് ഞാൻ ഇപ്പാണ് കൊണ്ടുപോയ എൻ്റെ പിൻഭാഗത്ത് മുതുകത്ത് കയറാൻ ഭവതിക്ക് സമ്മതമാണെങ്കിൽ കയറിക്കൊള്ളൂ. അതിനുള്ള കരുത്ത് എനിക്കുണ്ട്. ഈ സമുദ്രം ഇങ്ങോട്ട് തരണം ചെയ്യാമെങ്കിൽ അങ്ങോട്ടും തരണം ചെയ്യണമല്ലോ. ത്വാം തു പൃഷ്ഠഗതാം കൃത്വാ സന്തരിഷ്യാമി സാഗരം. ഭവതിയെ മുതുകത്തേറ്റിക്കൊണ്ട് ഈ സാഗരത്തെ ഞാൻ കടക്കുന്നുണ്ട്. ഈ ലങ്ക മുഴുവൻ പൊന്തിച്ചു കൊണ്ടുപോകാനുള്ള ശക്തിയും എനിക്കുണ്ട്. ഏത് പ്രകാരത്തിൽ മോഹിച്ചതായിട്ടുള്ള ഹവ്യത്തെ അഗ്നി ഇന്ദ്രൻ എന്ന പോലെ ഞാനിത് രാമൻ്റെ അടുത്തേക്ക് ഭവതിയെ എത്തിക്കും. ഹോമിച്ചതായിട്ടുള്ള ഹവ്യം അഗ്നിയാണ് ഇന്ദ്രനെ എത്തിക്കുക. അതിലൊരു തരത്തിലുള്ള ഭാഗതി ഉണ്ടാവില്ല എന്നാണ്. അഗ്നി സത്യമുള്ളതാണ്. അഗ്നിശുദ്ധ, അഗ്നി സാക്ഷി എന്നൊക്കെ നമ്മൾ പറയുക. അപ്പം ആ ഹവ്യത്തെ, നേദിച്ചതായിട്ടുള്ള ഹവ്യത്തെ എപ്രകാരം അഗ്നി ഇന്ദ്രൻ എത്തിക്കുന്നുവോ അതുപോലെ ഭവതിയെ ഞാൻ ഒരു പോറലും ഏൽക്കാതെ അവിടെ എത്തിക്കാം. അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വിഷ്ണു ഉത്സാഹിക്കുന്നത്, അതേപോലെ രാവണനെ കൊല്ലാൻ
ലക്ഷ്മണനോടൊത്ത ആ രാമൻ തീർച്ചയായിട്ടും ഇവിടെ വരിക തന്നെ ചെയ്യും. പ്രസ്രവണഗിരിയിൽ ഇന്ദ്രനെ പോലെ ആ രാമൻ വാഴുന്നു. ഇന്ദ്രനെ പോലെ ദുഃഖങ്ങളൊക്കെ ഉണ്ട്, ഭവതിയെ കാണാത്ത ഒരു ദുഃഖമുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ യാതൊരു ദുഃഖമില്ല. അത് കാര്യമായിട്ടൊരു ദുഃഖമാണ് എങ്കിലും ഇപ്പോഴും മഹാന്മാർ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. രാമനല്ലാണ്ടേ ആവുമോ? അതുകൊണ്ട് ഏത് കാട്ടിലായിക്കോട്ടെ, ഏത് നരകത്തിലായിക്കോട്ടെ, ആ രാമനായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ദ്രനെ പോലെ വാഴുന്നു. ഭവതി ഇല്ലാത്ത ഒരു കാര്യം ഒഴിച്ചാൽ ആ രാമന് പ്രഭാവവും തേജസ്സും ഒക്കെ ശരിക്കുണ്ട്. അതുപോലെ ഏത് പ്രകാരത്തിലാണ് രോഹിണി ആ ചന്ദ്രനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ചന്ദ്രനോട് കൂടി സദാ വാഴുന്നത്, അതുപോലെ അങ്ങ് രാമനോട് കൂടി ഭവതി വാഴും. ഈ രാക്ഷസന്മാർ യാതൊന്നും ദേവി ചെയ്യില്ല. രാമനോട് എതിർക്കാനുള്ള കെൽപ്പ് ഈ ലോകത്തിൽ ആർക്കും ഇല്ല. എന്നിട്ട് വേണ്ടേ കുറച്ച് രാക്ഷസന്മാർക്ക്? ലോകത്തിൽ ആരാണ് രാമനെതിരായി നിൽക്കുക? ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ ആരും രാമനെ എതിർക്കാൻ ശക്തനല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന പോലെ അങ്ങോട്ട് പോയി ഞാൻ ഭവതിയെ കൊണ്ടുപോകാം. സീത പറഞ്ഞു, ഹനുമാൻ ദൂരമധ്വാനം കഥം മാം നേതുമിച്ഛസി തദേവ ലഘുതേ മന്യേ കപിത്തം ധരിയൂതവ. അത് അത്ര വേഗം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നാമത് ഞാൻ നിൻ്റെ പുറത്ത് കയറിയ പിടിവിട്ട് താഴെ വീണാലോ? ഇത്രയും ആകാശത്ത് കൂടെ പിടിച്ചു പോകുന്ന ഞാൻ കൈ വിട്ടാൽ കടലിലത്തെ ജീവികൾക്ക് ആഹാരമായിട്ട് തീരും. എൻ്റെ കഥ അതോടുകൂടി കഴിയും, പിന്നെ ഒന്നും വേണ്ടിയിരുന്നില്ല. മാത്രമല്ല, ഞാൻ നിൻ്റെ കൂടെ വന്നാൽ രാമന് എന്താണ് ഒരാശ്രയം? ഒരു പേര് കിട്ടില്ല, രാമൻ്റെ കീർത്തിക്ക് അത് പോരാ. ആ കുരങ്ങൻ്റെ സഹായത്തോട് കൂടിയിട്ട് സീതയെ വീണ്ടെടുത്തു എന്നല്ലേ പറയുക. സഹായങ്ങൾ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഹനുമാനാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് രാമൻ്റെ കീർത്തിക്കും അത് പോരാ. ഇനി എൻ്റെ ശക്തിയിൽ ഭവതിക്ക് വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ സ്വരൂപം കണ്ടോളൂ എന്ന് പറഞ്ഞ് തൻ്റെ ശരീരം ഒന്നാണ്ട് വലുതാക്കി. മേരുമന്ദര സംഘാശോഭവോ ദീപ്താനലപ്രഭ, അഗ്നി പോലെ ശോഭിക്കുന്ന മന്ദരപർവ്വതം പോലെ താനാണ്ട് വലുതായി. അപ്പോൾ സീത പറഞ്ഞു, ഇപ്പം എനിക്ക് നിൻ്റെ ശക്തിയിൽ ഹനുമാൻ വിശ്വാസമുണ്ടായി. തന്തിട്ടാചലസങ്കാശം ഉവാച ജനകാത്മജ പത്മപത്ര വിശാലാക്ഷി മാരുതസ്യോരസംസുതം. നീ ശക്തനാണെന്നും ശരീരത്തെ വലുതാക്കാനും ചെറുതാക്കാനുമുള്ള അണിമാതി സിദ്ധികൾ ഉള്ളവനാണെന്നും ഇപ്പോൾ എനിക്ക് ബോധ്യമായി. അതൊക്കെ ശരിയാണ്. ഈ സമുദ്രം അല്ലെങ്കിൽ ആർക്കാണ് ചാടിക്കിടക്കാൻ കഴിയുക? പക്ഷേ നിൻ്റെ പുറത്ത് കയറി ഞാൻ വരുന്നത് അപകടമാണ്. മോഹാലസ്യപ്പെടുകയോ തലചിറ്റൽ വരികയോ ചെയ്തു. ആകാശത്ത് കൂടെ പോണ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. ഞാൻ താഴെ വീണാൽ ആ സമുദ്രജീവികൾക്ക് ഞാൻ ഭക്ഷണമായി തീരില്ലേ? അതോടെ എല്ലാം തീരില്ലേ? അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാണ്. സ്ത്രീ സഹിതനായിട്ടുള്ള നീ ശൂലമുദ്ഗരധാരികളും ശൂരന്മാരും ആയിട്ടുള്ള അവരാൽ വളയപ്പെട്ട സംശയത്തിലാവും. ഇപ്പം എന്നെ കൊണ്ടുപോകുമ്പോൾ അക്ഷതന്മാർ കണ്ടാൽ ആയുധങ്ങളോട് കൂടിയിട്ട് അവർ നിന്നെ വളയും. ചിലപ്പോൾ നിന്നെ വധിക്കാനും അവർ മടിക്കില്ല. രാക്ഷസന്മാർ കുറേ ആളുണ്ട്, നീ ഒരാളല്ലേ ഉള്ളൂ. ചിലപ്പോൾ അവരാണ് ജയിച്ചതെങ്കിലോ നിനക്ക് ചിലപ്പോൾ മരണം വരെ നേരിടേണ്ടി വരും. അതുകൊണ്ട് രാവണനെ ജയിക്കണം വെച്ചാൽ പട തീർച്ചയായിട്ടും വേണം. നിനക്കൊരാൾക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഹനുമാൻ പടയോട് കൂടിയിട്ട് രാമൻ വന്നു കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ശരി. എല്ലാം കൊണ്ട് നോക്കുമ്പോഴും അതാണ് ശരി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വരുന്നില്ല, വേണ്ട, ആ ഒരു പരിപാടി വേണ്ട എന്ന് പറയാണ്. അതുകൊണ്ട് എന്നെ അടക്കം അവർ വധിക്കാനും മടിക്കില്ല. ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ നീ എന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലുണ്ടാവും. രാവണൻ്റെ കഥ കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നതാണ് നടക്കുള്ളൂ. രാവണനുള്ളിടത്തോളം അത് ക്ഷിപ്രസാധ്യമല്ല. ഒരു ശത്രുവിനെ ഉന്മൂലനം ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകണം. അത് സുരക്ഷിതമായിട്ടുള്ള മാർഗത്തിൽ കൂടെ വേണം. അതിന് രാമനും വേണം, പടയും വേണം, ഒക്കെ വേണം. അങ്ങനെ ഒരു രീതിയിൽ എന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. രാമൻ്റെ യശസ്സിനും അതാണ് നല്ലത്. അഥവാദായ രക്ഷാംസി നസേയോ സമൃദ്ധേഹിമാം. രാക്ഷസന്മാർ എന്നെ കൊണ്ടുപോയി
വാനരന്മാർക്കോ രാമനോ കാണാൻ കഴിയാത്തൊരിടത്തേക്ക് ഒളിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രാമൻ വന്നിട്ട് തന്നെ മതി. അവിടെ പോയി വ്യക്തമായിട്ട് എൻ്റെ ഈ അവസ്ഥ നീ പറയുക, ഉടനെ തന്നെ വരണം എന്നും രാവണനെ കൊല്ലണം എന്നുള്ള എൻ്റെ സന്ദേശം പറയുക, ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യം രാവണൻ്റെ ശക്തിയെക്കുറിച്ചും പറയണം. എന്നാലേ അതിനനുസരിച്ചിട്ടുള്ള സൈന്യത്തെ കൂട്ടിയിട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പം നീ ചെയ്യേണ്ടത് അതൊക്കെയാണ്. അതുകൊണ്ട് ഇനിയും വരാതിരുന്നാൽ, എന്നെക്കുറിച്ച് നിരാശരായി തീർന്നാൽ ഒരുപക്ഷെ രാമലക്ഷ്മണന്മാർ പ്രാണത്യാഗം ചെയ്യും. അതുകൊണ്ട് ഞാൻ ജീവനോട് കൂടി ഇരിക്കുന്നുണ്ടെന്നും ദുഃഖം ഉണ്ട് എന്ന് കഴിച്ചാൽ വേറെ കേടുകളോ ആയുസ്സിനോ ശരീരത്തിനോ കേടില്ല എന്നും നീ അവിടെ പോയി പറയുക. വളരെ വേഗം പടയോടുകൂടി വന്ന് രാവണനെ കൊല്ലാൻ നീ അവിടെ പോയിട്ട് പറയണം. വാനരപുങ്കവ, ഞാൻ ഭർതൃഭക്തിയെ മുൻനിർത്തി രാമനല്ലാത്ത ഒരു പുരുഷ ശരീരത്തെ സ്പർശിക്കില്ല. ഇത് നീ രാമനോട് എന്തായാലും പറയണം. രാവണൻ്റെ ശരീരത്തെ ആ ദുഷ്ടൻ ബലപ്രയോഗം നടത്തിയതുകൊണ്ട് അവൻ്റെ കൈകളിൽ എനിക്ക് ഒതുങ്ങേണ്ടി വന്നു. അവൻ്റെ കയ്യിൻ്റെ സ്പർശം എനിക്ക് വേണ്ടി വന്നു. ഒട്ടും മനസ്സോടുകൂടിയല്ല എന്നും നീ പറയണം. ഒട്ടും മനസ്സോടുകൂടിയല്ല. അവൻ്റെ ദുഷ്ടത്തരം കാരണം അവൻ്റെ കൈകളിൽ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത്ര വെറുപ്പോടു കൂടിയിട്ടാണ് അവൻ്റെ കൈകളിൽ ഞാൻ കുറച്ച് സമയം കഴിച്ചു കൂട്ടിയത് എന്നൊക്കെ നീ അവിടെ പോയിട്ട് പറഞ്ഞ് വേഗം അവരോട് വരാൻ പറയുക. പടയോടുകൂടി വന്ന് സസൈന്യം വന്ന് രാവണനെ വധിക്കണം എന്ന് പ്രത്യേകം നീ പറയണം. എനിക്ക് 2 മാസമാണ് ആയുസ് എന്നും പറയുക. വാനരശ്രേഷ്ഠ, ലക്ഷ്മണനോടൊത്ത എൻ്റെ ആ പ്രിയങ്കരനായിട്ടുള്ള രാമനെ സുഗ്രീവനോടൊത്ത് വേഗം ഇവിടെ കൊണ്ടുവരൂ. സമേ കപിശ്രേഷ്ഠ ലക്ഷ്മണം പ്രിയം സയൂതപം ക്ഷിപ്രമിഹോപവാദയ ചിരായ രാമം പ്രതിശോകർഷിതാം കുരുഷ്വമാം വാനരവീരകർഷിതാം. വാനരശ്രേഷ്ഠ എന്ന് പറയണം. ലക്ഷ്മണനോടൊത്ത എൻ്റെ ആ പ്രിയനായിട്ടുള്ള ജ്യേഷ്ഠനെ വേഗം നീ ഇവിടെ പടയോടുകൂടി കൊണ്ടുവരൂ. എന്നിട്ട് വേണം രാവണനെ കൊല്ലാൻ. ഈ വിവരം നീ അവിടെ പോയിട്ട് പറയുക. എൻ്റെ ദുഃഖം നീ തീർക്കൂ, നീയാണ് എൻ്റെ ദുഃഖനാശത്തിന് ഇപ്പോൾ ആസ്പദം എന്ന് പറഞ്ഞ് തൻ്റെ ചൂടാരത്നം സീതാദേവി കൊടുക്കുകയാണ്. ചില അടയാളവാക്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പറയുന്ന ഭാഗങ്ങളാണ്. തുടർന്ന് പൂർവന്റാമതപോവനാധിഗമനം മത്വാമൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.